Welcome children. Now we are going to discuss about effects of electric currents. The physics ഒന്നാമത്തെ യൂണിറ്റ് ആയ effects of electric current. എന്താണ് ഈ effects of electric current എന്ന് മനസ്സിലാക്കാൻ we can consider an appliance electric bulb. See, in the electric bulb, for what purpose we are using? It is used for getting light, and so its effect we can say lighting effect. അപ്പോൾ എന്താണ് ലൈറ്റിംഗ് എഫക്റ്റ്? നമ്മൾ ഇലക്ട്രിക് ബൾബ് എന്ന് പറയുന്ന ഡിവൈസ് യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? നമുക്ക് ലൈറ്റ് കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ നമുക്ക് ഇലക്ട്രിക് ബൾബ് ലൈറ്റ് എന്ന് പറയുന്ന യൂസ്ഫുൾ എനർജി ആയിട്ട് മാറ്റും. ഏതിനെ? ഇലക്ട്രിക്കൽ എനർജി. അപ്പോൾ ഒരു ഡിവൈസ് ഇലക്ട്രിക്കൽ എനർജിയെ ഏത് യൂസ്ഫുൾ എനർജി ആയിട്ട് മാറ്റുന്നു? ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇലക്ട്രിക് ബൾബ് ആണെങ്കിൽ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള എനർജി ലൈറ്റാണ്. അപ്പോൾ ഇലക്ട്രിക്കൽ എനർജിയിൽ നിന്ന് ലൈറ്റായിട്ട് മാറ്റുന്നതുകൊണ്ട് അതിനെ ലൈറ്റിംഗ് എഫക്റ്റ് എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഒരു ഇൻഡക്ഷൻ കുക്കറിൻ്റെ കേസിൽ നമ്മൾ അതിൽ നിന്ന് ലഭിക്കുന്ന യൂസ്ഫുൾ എനർജി എന്ന് പറയുന്നത് ഹീറ്റാണ്. അതുകൊണ്ടാണ് നമ്മളതിൽ ഹീറ്റിംഗ് എഫക്റ്റാണ് അവിടെ ഉപയോഗിക്കുന്നത്. ഇനി ഒരു ബാറ്ററി, സ്റ്റോറേജ് ബാറ്ററി ചാർജ് ചെയ്യുമ്പോൾ അവിടെ കെമിക്കൽ എഫക്റ്റാണ്. അതായത് ഇലക്ട്രിക്കൽ എനർജിയെ കെമിക്കൽ എനർജി ആയിട്ട് നമ്മൾ സ്റ്റോർ ചെയ്യുകയാണ്. അപ്പോൾ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് കെമിക്കൽ എഫക്റ്റാണ്. ഇനി ഒരു മോട്ടോർ ആണെങ്കിൽ, ഇൻ ദ കേസ് ഓഫ് ആൻ ഇലക്ട്രിക് മോട്ടോർ, അവിടെ ഇലക്ട്രിക്കൽ എനർജി എന്ന് പറയുന്നതിനെ മെക്കാനിക്കൽ എനർജി ആയിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. മെക്കാനിക്കൽ എനർജി. സോ അത് അവിടെ നമുക്ക് എന്ത് പറയാൻ പറ്റും? മെക്കാനിക്കൽ എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്ന് നമുക്ക് അവിടെ പറയാൻ കഴിയും. അപ്പം ഇവിടെ എല്ലാം നമ്മൾ ഇലക്ട്രിക്കൽ എനർജിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇലക്ട്രിക്കൽ എനർജിയെ മറ്റ് പല ഫോമിലേക്ക് കൺവേർട്ട് ചെയ്ത് ഉപയോഗിക്കുന്നു. അതുകൊണ്ട് നമ്മൾ ആ എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്ന് നമ്മൾ പറയുന്നത്. ഇനി ഒരു ഇലക്ട്രിക് എനർജിയെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് അറിയേണ്ട ഒരു ടേമാണ് എന്താണ് ഇലക്ട്രിക് കറണ്ട് എന്ന് വെച്ചാൽ. ഇലക്ട്രിക് കറണ്ടിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ ഐ ഉപയോഗിച്ചിട്ടാണ്. ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുമ്പോൾ നമുക്കിങ്ങനെ എഴുതാം Q/T. എന്താണ് ഈ Q എന്ന് വെച്ചാൽ ചാർജാണ്, അതിന് T എന്ന് പറഞ്ഞാൽ ടൈമാണ്. അപ്പോൾ Q/T കൊണ്ട് ഉദ്ദേശിക്കുന്നത് കറണ്ട്. ഇറ്റ് മീൻസ് റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജ്. ദാറ്റ് മീൻസ് റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജ് മീൻസ് ഒരു കണ്ടക്ടറിൽ കൂടെ ഓരോ സെക്കൻഡിലും പാസ് ചെയ്തു പോകുന്ന ഇലക്ട്രിക് ചാർജിൻ്റെ അളവാണ്. സോ I is equal to Q/T. Here you know what is current is measured in the unit ampere. അതിനെ അളക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസ് അമ്മീറ്ററുമാണ്. അപ്പോൾ കറണ്ട് അളക്കാൻ വേണ്ടി നമ്മൾ അമ്മീറ്റർ ഉപയോഗിക്കുന്നു. അതിൻ്റെ യൂണിറ്റ് ഏതാണ്? ആംപെയർ ആണ്. അതുപോലെ നമുക്ക് കറണ്ടുമായിട്ട്, ഇലക്ട്രിക് കറണ്ടുമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ വേണ്ട മറ്റൊരു ടേമാണ്, അതായത് പൊട്ടൻഷ്യൽ, അതായത് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ വി ആയിട്ടാണ്. അതായത് വി എന്ന് പറഞ്ഞ ലെറ്റർ ഉപയോഗിച്ചിട്ടാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ആക്ച്വലി എന്താണ് ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് വെച്ചാൽ, ഇലക്ട്രിക് കറണ്ട് ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് ഫ്ലോ ചെയ്യണമെങ്കിൽ there should be an energy difference. That means if there is an energy difference, then only electric charge flows from one point to another. So the energy difference maintain ചെയ്യാം. അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസുകളെ നമ്മൾ പറയും സോഴ്സസ് ഓഫ് EMF. ആ സോഴ്സസ് ഓഫ് EMFൻ്റെ ആ ഡിഫറൻസ് ഇൻ എനർജി നമ്മൾ ഏത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആയിട്ട് നമ്മൾ അളക്കുന്നുണ്ട്. അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദ എനർജി ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടു പോയിന്റ്സ് ഫോർ ദാറ്റ് ഇലക്ട്രിക് ചാർജ് ക്യാൻ ഫ്ലോ ഫ്രം വൺ പോയിന്റ് ടു അനദർ. പൊട്ടൻഷ്യൽ ഡിഫറൻസ് V is equal to, we can write as W/Q. ഇറ്റ് മീൻസ് ഇപ്പോൾ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ യൂണിറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞു വോൾട്ട് ആണ്. ഈ വോൾട്ടിനെ നമ്മൾ എങ്ങനെ ആണ്, എന്താണ്? ദാറ്റ് ഈസ് V is equal to W/Q, or 1 volt is equal to 1 joule by 1 coulomb. അതായത് ഒരു വോൾട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഒരു ജൂൾ വർക്ക് ചെയ്യണമെന്ന് വെച്ചോ to flow 1 coulomb charge from one point to another. That means 1 volt is equal to 1 joule per 1 coulomb. That means potential difference is 1 volt if 1 coulomb charge to flow from one point to another. For that the work done is 1 joule.
ഒന്നുകൂടി പറഞ്ഞാൽ ഒരു ജൂൾ വർക്ക് ചെയ്യുമ്പോഴാണ് ഒരു കൂളംബ് ചാർജ് ഒരിടത്തു നിന്ന് മറ്റിടത്തേക്ക് ഫ്ലോ ചെയ്യുന്നതെങ്കിൽ നമുക്ക് അവിടുത്തെ ആ രണ്ട് പോയിന്റുകൾക്കിടയ്ക്കുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് 1 വോൾട്ടായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ W വർക്ക് നമ്മൾ ചെയ്തു ടു ഫ്ലോ Q കൂളംബ് ചാർജ്, then the potential difference V is equal to W by Q. Then the potential difference we can take as W by Q. Here is from this W is equal to, we can write as what is V into Q. From this W is equal to V into Q. From this relation we know I is equal to Q by T, or from this Q is equal to IT. So the work W is equal to here V into Q instead of Q we can write as IT. So the work done is equal to VIT. Work done W is equal to VIT, or W is equal to VIT is the work done. This work done, if the current is flowing through a resistor, then this work done becomes equal to the heat produced. So heat produced W is equal to VIT. If the current is flowing through a resistor, then this work W is equal to VIT. Then also equal to H is equal to VIT. This relation we can rewrite by using Ohm's law. We know from Ohm's law what we are getting. Ohm's law, but actually Ohm's law say that means V by I is equal to R, or from this V is equal to IR. This is Ohm's law. That means the ratio of potential to current is a constant and it is called resistance. So V is equal to IR. Here instead of V, here we replace with IR, then what will get? H is equal to, instead of V we can write as IR into IT. So heat produced is equal to what? I square RT. So heat produced H is equal to I square RT. For the same current, ഒരേ കറണ്ട് ആണ് ഫ്ലോ ചെയ്യുന്ന വെച്ചോ, ഒരു നിക്രോം വയറിൽ കൂടെയും ഒരു കോപ്പർ വയറിൽ കൂടെയും ഒരേ കറണ്ട് ഫ്ലോ ചെയ്താൽ നിക്രോം വയറിന്റെ റെസിസ്റ്റൻസ് കൂടുതലായതുകൊണ്ട് that will get heated up more. But in the case of കോപ്പറിനെ സംബന്ധിച്ച് അതിന്റെ റെസിസ്റ്റൻസ് വളരെ കുറവാണ്. കറണ്ട് രണ്ടിലും ഒരുപോലെ ആണെങ്കിൽ റെസിസ്റ്റൻസ് കൂടിയ നിക്രോം വയറാണ് കൂടുതൽ ചൂടാകുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ആ ഒരു ഫിഗറിനകത്ത് കാണിച്ചിരിക്കുന്ന നിക്രോം വളരെ റെഡ് ഹോട്ട് ആയിട്ട് മാറാനുള്ള കാരണം. ഇനി നമുക്ക് മനസ്സിലാക്കേണ്ടത് ജൂൾസ് ലോ ഓഫ് ഹീറ്റിങ്ങിനെ കുറിച്ചാണ്. Joule's law of heating. The law state ഇങ്ങനെയാണ്: heat produced in a current carrying conductor. Heat produced in a current carrying conductor is directly proportional to square of the current, resistance and time. The product of these three. So how we can state Joule's law? Joule's law states that heat produced in a metallic conductor is directly proportional to the product of the square of the current, resistance and time in which the current flows. If I is the current and R is the resistance of the resistor and T is the time, then H proportional to I square. When we replace this proportionality with equal to its value, we get us on. So H is equal to I square RT. Here I, current through the conductor, R resistance of the wire, and T the time in second. I current in ampere, R resistance in ohm, T time in second. Once again, I current in ampere, R resistance in ohm, and T time in second we want to consider here. So from this we get H is equal to I square RT. We can find out if the resistance increase, then the current, then the heat produced will increase, and also if the current increase, then also heat produced increase, and for time
When the time increases, then also heat producing will increase. Now see, we can discuss about നമ്മളിപ്പോൾ ഒരേ പൊട്ടൻഷ്യലുള്ള രണ്ട് ഹീറ്റിംഗ് ഡിവൈസ് എടുക്കുമെന്ന് വെച്ചോ, രണ്ടിലും ഒരേ പൊട്ടൻഷ്യൽ ആണെന്ന് വെച്ചോ. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒരു മെറ്റാലിക് കണ്ടക്ടർ നമ്മളെടുത്തോ, അതിനകത്ത് നമ്മൾ ആ മെറ്റാലിക് കണ്ടക്ടറുമായിട്ടൊരു ഹീറ്റിംഗ് ഡിവൈസ് കണക്ട് ചെയ്തേക്കുക. ഒരെണ്ണത്തിനകത്ത് റെസിസ്റ്റൻസ് കുറവും മറ്റൊന്നിൻ്റെ റെസിസ്റ്റൻസ് കൂടുതലുമാണ്. നമ്മൾ അപ്ലൈ ചെയ്തേക്കുന്ന പൊട്ടൻഷ്യൽ രണ്ടും 230 ആണെന്ന് വെച്ചോ. രണ്ടിലും ഒരേ പൊട്ടൻഷ്യൽ കൊടുത്തു, പക്ഷേ നമ്മൾ ഒരെണ്ണത്തിൻ്റെ റെസിസ്റ്റൻസ് കുറവും മറ്റൊന്നിൻ്റെ റെസിസ്റ്റൻസ് കൂടുതലുമാണെങ്കിൽ റെസിസ്റ്റൻസ് കുറഞ്ഞതിൽ ഏതാണോ വിത്ത് ഹീറ്റിംഗ് ഡിവൈസ് വിത്ത് ലോ റെസിസ്റ്റൻസ്, അതിനകത്താണ് കൂടുതൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഏതിനേക്കാൾ ഹീറ്റിംഗ് ഡിവൈസിങ് വിത്ത് ഹൈ റെസിസ്റ്റൻസ്. കാരണം റെസിസ്റ്റൻസ് കുറഞ്ഞ ഹീറ്റിംഗ് ഡിവൈസിനകത്തൂടെ കറണ്ട് കൂടുതലായിരിക്കും, എന്നാൽ റെസിസ്റ്റൻസ് കൂടിയ ഹീറ്റിംഗ് ഡിവൈസിനകത്ത് കറണ്ട് കുറവായിരിക്കും. രണ്ടിനും ഒരേ പൊട്ടൻഷ്യൽ അപ്ലൈ ചെയ്യുമ്പോൾ. അപ്പോൾ ഏതിലായിരിക്കും കൂടുതൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഏത് ഡിവൈസിനാണോ റെസിസ്റ്റൻസ് കുറവായിട്ടുള്ളത് അതിനകത്താണ് കൂടുതൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് റെസിസ്റ്റേഴ്സുകളെ രണ്ട് രീതിയിൽ നമുക്ക് സർക്യൂട്ടിൽ കണക്ട് ചെയ്യാൻ കഴിയും. അതിലൊന്നാണ് സീരീസ് കണക്ഷൻ, മറ്റൊന്ന് പാരലൽ കണക്ഷൻ. സോ റെസിസ്റ്റേഴ്സ് നമുക്ക് രണ്ട് രീതിയിൽ സർക്യൂട്ടിൽ കണക്ട് ചെയ്യാം. ഏതൊക്കെ? ഒന്ന് സീരീസ് ആയിട്ടും മറ്റൊന്ന് പാരലൽ ആയിട്ടും. നമ്മൾ നോക്കാം, ഇവിടെ ഒരു റെസിസ്റ്റർ, ഇതിന്റെ റെസിസ്റ്റൻസ് R1 ആണെന്ന് വെച്ചോ. അനദർ റെസിസ്റ്റർ, അതിന്റെ റെസിസ്റ്റൻസ് R2 ആണെന്ന് വെച്ചോ. ഇവിടെ റെസിസ്റ്റൻസുകൾ വൺ ആഫ്റ്റർ അനദർ, ഒന്നിന് ശേഷം അടുത്തതായിട്ട് കണക്ട് ചെയ്യുന്നു. ഈ രീതിയിൽ നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ അതിനെ നമ്മൾ പറയുന്നതാണ് സീരീസ് കണക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ, സപ്പോസ് നമ്മൾ ഇതിനെ ഒരു ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്തു, ഒരു സ്വിച്ച് ഉണ്ട്, നമ്മൾ ഇങ്ങനെ കണക്ട് ചെയ്ത് വിചാരിക്കാം. അപ്പോൾ കണക്ട് ചെയ്തിട്ട് ഈ സ്വിച്ച് ഓൺ ആക്കുമ്പോൾ ഇതിൽ കൂടി കറണ്ട് ഫ്ലോ ചെയ്യും. അപ്പോൾ ഇതിനകത്ത് ഈ രണ്ട് റെസിസ്റ്ററുകൾ ഇപ്പോൾ സർക്യൂട്ടിലാണ്. അപ്പോൾ അതിനകത്തിൻ്റെ അതിൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് നമുക്കൊന്ന് കണ്ടുപിടിക്കണം. നമ്മൾ അപ്ലൈ ചെയ്തേക്കുന്ന പൊട്ടൻഷ്യൽ V ആണെന്ന് വെച്ചു. വി ആർ ഗോയിങ് ടു അപ്ലൈ പൊട്ടൻഷ്യൽ V. ഇനി നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇവിടെ അപ്ലൈഡ് പൊട്ടൻഷ്യൽ V ആണ്, നമ്മൾ കൊടുത്തേക്കുന്ന സർക്യൂട്ടിൽ അപ്ലൈ ചെയ്തേക്കുന്ന പൊട്ടൻഷ്യൽ V ആണ്. അപ്പൊ നോക്കുക, ഇവിടെ ഒരു റൂട്ട് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് രണ്ട് റെസിസ്റ്ററിൽ കൂടെ ഒരേ കറണ്ട് ആയിരിക്കും ഫ്ലോ ചെയ്യുന്നത്, കറണ്ട് സെയിം ആയിരിക്കും. പക്ഷെ നോക്കുക, ഈ R1 അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ V1 ആയിരിക്കും, R2 അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ V2 ആയിരിക്കും. കാരണം ഇവിടെ പൊട്ടൻഷ്യൽ വ്യത്യാസം വരുന്നുണ്ട്. എന്തുകൊണ്ട്? ഇവിടെ രണ്ടെണ്ണത്തിന്റെ റെസിസ്റ്റൻസ് വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ഇത് ടോട്ടൽ പൊട്ടൻഷ്യൽ V is equal to V1 plus V2 ആയിരിക്കും. That is potential get divided. അതുകൊണ്ട് V is equal to V1 plus V2. ഈ രണ്ട് റെസിസ്റ്ററുകളുടെയും കൂടെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് R ആണെന്ന് വെച്ചു. ഇതിന്റെ രണ്ടിന്റെയും കൂടെ എഫക്റ്റീവ് അല്ലെ ടോട്ടൽ റെസിസ്റ്റൻസ് R ആണ്, അല്ലെ സർക്യൂട്ടിലെ റെസിസ്റ്റൻസ് ഇപ്പോൾ കിട്ടുന്നത് R ആണെന്ന് വെച്ചു. അങ്ങനെയാണെങ്കിൽ ബൈ ഓംസ് ലോ we know what is V is equal to IR ആണ്. So instead of we can write as what is IR equal to, ini from Ohm's law V1 is equal to I into R1, current same ആണ്. അതുകൊണ്ട് ഇവിടെ IR1 എന്ന് കൊടുക്കാം പ്ലസ് by using Ohm's law V2 is equal to IR2. അപ്പോൾ ഇവിടെ V2 ന് വരെ നമുക്ക് എന്ത് കൊടുക്കാം? IR2 എന്ന് കൊടുക്കാം. ഇനി നോക്കുക, ഇവിടെ കോമൺ ആയിട്ട് നമുക്ക് IR is equal to, ഈ രണ്ടിലും കോമൺ ആയിട്ട് I ഉണ്ട്, I കോമൺ ആയിട്ട് എടുത്ത് ബാക്കി R1 പ്ലസ് R2. അപ്പോൾ ഇവിടെ അപ്പുറം നമുക്ക് എന്ത് ചെയ്യാം? we can cancel I from both sides. So what we get, R is equal to R1 plus R2. So the total resistance now in the circuit is the sum of the resistance that connected. So R1 plus R2. Hence the effective resistance in the circuit increase. When the resistors are connected in series, the effective or total resistance in the circuit becomes the sum of the resistance that are connected. So R is equal to R1 plus R2. Now we are going to connect resistors in another method also, that is in parallel.
See, two resistors on with a resistance R1 and another with a resistance R2. These two are connected, that is from the same common point, so between the same common point, so they are in parallel. Now connected to this battery switch. Now after switch on, what happens? Current I flowing through the circuit here get divided into I1 along R1 and I2 along R2. So the total current in the circuit I is equal to I1 plus I2. I1 plus I2 total current. From Ohm's law, we know what is V by R is equal to I. Here R is the effective resistance now in the circuit. Let R be the effective resistance, then V by R is equal to I. So instead of I, we can write as what is V by R, that is equal to here potential same, so V by R1 instead of what is I1. Similarly I2 we can write as V by R2. From both sides, from these two quantity there is V common, we can take and cancel, then what we get 1 by R is equal to, that is 1 by R1 plus 1 by R2. So the effective resistance is the reciprocal of the sum of the resistors. അതിനർത്ഥം ഇവിടെ നമ്മൾ റെസിസ്റ്ററുകൾ പാരലായിട്ടാണ് കണക്ട് ചെയ്തെങ്കിൽ സർക്യൂട്ടിലെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കുറയും. അതായത് നമ്മൾ സർക്യൂട്ടിൽ കണക്ട് ചെയ്തിരിക്കുന്ന റെസിസ്റ്ററുകളിൽ ഏതാണ് ഏറ്റവും ചെറുതായിട്ടുള്ളത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മളിവിടെ ഒരു 5 ഓമിൻ്റെയും 2 ഓമിൻ്റെയും 2 റെസിസ്റ്ററുകളാണ് കണക്ട് ചെയ്തേക്കുന്നത് വെച്ചോ. അങ്ങനെയാണെങ്കിൽ നൗ റെസിസ്റ്റൻസ് ഇൻ ദ സർക്യൂട്ട് ഈസ് ലെസ് ദാൻ 2 ഓം. അതായത് ഏറ്റവും ചെറിയ റെസിസ്റ്റൻസ് ഏതാണോ അതിനേക്കാൾ കുറവായിരിക്കും ഇപ്പോൾ സർക്യൂട്ടിലെ റെസിസ്റ്റൻസ്. അതുകൊണ്ട് സർക്യൂട്ടിലെ റെസിസ്റ്റൻസ് കുറയ്ക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? റെസിസ്റ്ററുകളെ പാരലായിട്ട് കണക്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് സർക്യൂട്ടിലുള്ള ഏറ്റവും കുറഞ്ഞ റെസിസ്റ്റൻസ് ഏതാണോ അതിനേക്കാൾ കുറഞ്ഞ റെസിസ്റ്റൻസ് നമുക്ക് സർക്യൂട്ടിൽ ലഭിക്കും. ഇനി നമ്മൾ ഒരേപോലുള്ള n റെസിസ്റ്ററുകളെ കണക്ട് ചെയ്യുന്ന വെച്ചാൽ n റെസിസ്റ്ററുകൾ നമ്മൾ എല്ലാത്തിൻ്റെ റെസിസ്റ്റൻസ് ആറാണെന്ന് വെച്ചോ. അങ്ങനെയാണ് ടോട്ടൽ റെസിസ്റ്റൻസ് ഓർ എഫക്റ്റീവ് റെസിസ്റ്റൻസ് നൗ ഇൻ ദ സർക്യൂട്ട് R ഈസ് ഈക്വൽ ടു R ബൈ N ആയിരിക്കും. ഇപ്പോൾ ഉദാഹരണമായിട്ട് 2 ഓമിൻ്റെ 10 റെസിസ്റ്റൻസുകളെ 2 ഓമിൻ്റെ 10 റെസിസ്റ്ററുകൾ നമ്മൾ പാരലായിട്ട് കണക്ട് ചെയ്താൽ സർക്യൂട്ടിലെ ടോട്ടൽ റെസിസ്റ്റൻസ് എത്രയായിരിക്കും? 2/10, ദാറ്റ് ഈസ് ഈക്വൽ ടു 0.2 ഓം ആയിരിക്കും. അതുകൊണ്ട് സർക്യൂട്ടിലെ റെസിസ്റ്റൻസ് കുറയ്ക്കാൻ നമുക്ക് അപ്ലൈ ചെയ്യാവുന്ന ഇതാണ്. ഇത് ഒരേപോലുള്ള n റെസിസ്റ്ററുകളെ പാരലായിട്ട് കണക്ട് ചെയ്താൽ അപ്പോൾ ഉള്ള ടോട്ടൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള റിലേഷനാണ് R ഈസ് ഈക്വൽ ടു R ബൈ N. ഇങ്ങനെ നമുക്ക് സർക്യൂട്ടിലെ റെസിസ്റ്റൻസുകളെ നമുക്ക് കുറച്ചു കൊണ്ടുവരാൻ കഴിയും. ഇനി നമുക്ക് ഈ ഹീറ്റിംഗ്, ജൂൾസ് ലോ ഹീറ്റിങ്ങിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അപ്പോൾ ആ ഹീറ്റിംഗ് എഫക്റ്റിൻ്റെ ഉപയോഗങ്ങൾ എവിടെയൊക്കെയാണ്? ഒന്ന് നമ്മൾ ഹീറ്റിംഗ് അപ്ലയൻസിനകത്ത് ഉപയോഗിക്കുന്നുണ്ട്. ഹീറ്റിംഗ് അപ്ലയൻസ് ഏതൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഹീറ്റിംഗ് അപ്ലയൻസുകൾ? ഒന്ന് സോൾഡറിങ് അയൺ, മറ്റൊന്നാണ് ഇലക്ട്രിക് ഹീറ്റർ, ഇൻഡക്ഷൻ കുക്കർ, ഇങ്ങനെയുള്ള ഡിവൈസുകൾ. അപ്പോൾ ഈ ഹീറ്റിംഗ് ഡിവൈസായ സോൾഡറിങ് അയൺ അല്ലെങ്കിൽ ഇലക്ട്രിക് ഹീറ്ററിനകത്തൊക്കെ നമ്മൾ ഇലക്ട്രിക്കൽ എനർജിയെ ഹീറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി, നമ്മളൊരു കോയിൽ ഉപയോഗിക്കുന്നുണ്ട്. അതിനെ പറയുന്ന പേരാണ് ഹീറ്റിംഗ് കോയിൽ. വാട്ട് ഇറ്റ് ഈസ് കോൾഡ്? ഹീറ്റിംഗ് കോയിൽ എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. ഈ ഹീറ്റിംഗ് കോയില് നമ്മൾ നിർമ്മിക്കുന്നത് നിക്രോം എന്ന് പറയുന്ന ഒരു അലോയ് ആണ്. അത് ഏതൊക്കെ കൊണ്ടാണ്? നിക്കൽ, ക്രോമിയം ആൻഡ് അയൺ. ഇത് മൂന്നും കൂടെ ചേർന്നാണ് നിക്കൽ, ക്രോമിയം, അയൺ. ഇതിന്റെ മൂന്നിന്റെ കൂടെ അലോയ് ആണ് നിക്രോം. എന്തുകൊണ്ടാണ് നമ്മൾ നിക്രോം എന്ന് പറയുന്ന അലോയ് അല്ലെ നിക്രോമിനെ നമ്മൾ എന്തുകൊണ്ട് ഹീറ്റിംഗ് കോയിൽ നിർമ്മിക്കാൻ യൂസ് ചെയ്യുന്നു വെച്ചാൽ ഈ നിക്രോമിന്റെ റെസിസ്റ്റിവിറ്റി ഹൈ ആണ്. നിക്രോമിനെ സംബന്ധിച്ച് എന്തൊക്കെയുണ്ട്? ഹൈ റെസിസ്റ്റൻസ്
അല്ലെ റെസിസ്റ്റിവിറ്റി ഉണ്ട്, ഹൈ മെൽറ്റിംഗ് പോയിന്റ് ഉണ്ട്. പിന്നെ അപ്പം ഹൈ മെൽറ്റിംഗ് പോയിന്റ്, ഹൈ റെസിസ്റ്റിവിറ്റി, അതോടൊപ്പം ഇറ്റ് ക്യാൻ റിമെയിൻ ഇൻ റെഡ് ഹോട്ട് കണ്ടീഷൻ ഫോർ എ വെരി ലോങ് ടൈം. അതിന് റെഡ് ഹോട്ട് കണ്ടീഷനിൽ ഒരുപാട് സമയം നിൽക്കാനുള്ള കഴിവും ആർക്കുണ്ട്? ഈ പറഞ്ഞ നിക്രോമിനുണ്ട്. ബിക്കോസ് ഓഫ് ദാറ്റ് വി ആർ യൂസിങ് നിക്രോം ആസ് എ ഹീറ്റിംഗ് കോയിൽ. എന്തുകൊണ്ട് നമ്മൾ നിക്രോമിനെ ഹീറ്റിംഗ് കോയിലായിട്ട് യൂസ് ചെയ്യുന്ന വെച്ചാൽ നിക്രോമിന്റെ റെസിസ്റ്റിവിറ്റി ഹൈ ആണ്, മെൽറ്റിംഗ് പോയിന്റ് ഹൈ ആണ്, ആൻഡ് ആൾസോ ഇറ്റ് ക്യാൻ റിമെയിൻ in red hot condition for a very long time without getting oxidized. Oxidize ചെയ്യാതെ ഒരുപാട് നേരം അതിന് റെഡ് ഹോട്ട് കണ്ടീഷനിൽ എക്സിസ്റ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഇതാണ് ഇതിന്റെ ഒരു യൂസ്. ഇതിന്റെ ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ടിന്റെ ഒരു യൂസ് ആണ് ഇവിടെ ഉപയോഗിച്ചേക്കുന്നത്, ഹീറ്റിംഗ് അപ്ലയൻസിനകത്ത് ഉപയോഗിച്ചേക്കുന്നത്. അവിടെ നിങ്ങൾ പ്രധാനമായിട്ട് ഓർത്ത് വെക്കേണ്ട ഒരു കാര്യമാണ്, ഹീറ്റിംഗ് കോയിൽ നമ്മൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അലോയ് ഏതാണ്? ദാറ്റ് ഈസ് നിക്രോം. അതെന്തുകൊണ്ട്? നിക്കൽ, ക്രോമിയം, അയൺ കൊണ്ട്. എന്താണ് നിക്രോമിനെ നമ്മൾ ഹീറ്റിംഗ് കോയിലായിട്ട് നിർമ്മിക്കാൻ കാരണം എന്ന് വെച്ചാൽ അതിന് റെസിസ്റ്റിവിറ്റി ഹൈ ആണ്, മെൽറ്റിംഗ് പോയിന്റ് ഹൈ ആണ്, അതിന് ഓക്സിഡൈസ് ചെയ്യാതെ റെഡ് ഹോട്ട് കണ്ടീഷനിൽ കൂടുതൽ നേരം നിൽക്കാനുള്ള ഒരു കഴിവും ഉണ്ട്. ഇനി മറ്റൊരു ആപ്ലിക്കേഷൻ കൂടി നമ്മുടെ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. അതാണ് നമ്മുടെ സേഫ്റ്റി ഫ്യൂസ് എന്ന് പറയുന്നത്. വേറെ ഹീറ്റിംഗ് എഫക്റ്റിന്റെ മറ്റൊരു ഉപയോഗമാണ്. ഹീറ്റിംഗ് എഫക്റ്റിന്റെ അനദർ യൂസ് ഈസ് വാട്ട് ഈസ് സേഫ്റ്റി ഫ്യൂസ്. ഈ സേഫ്റ്റി ഫ്യൂസ് നമ്മൾ സർക്യൂട്ടിലെ കണക്ട് ചെയ്യും, ഇലക്ട്രിക്കൽ സർക്യൂട്ടിൽ അത് സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ യു വാണ്ട് ടു റിമെമ്പർ ഹൗ ഇറ്റ് ഈസ് കണക്റ്റഡ്. It is connected in series. Then what effect is here using means it is using heating effect. And household fuse ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് it is an alloy of what is lead and tin. Alloy of lead and tin ആണ്. നമ്മൾ ലെഡിന്റെ ടിന്നിന്റെ കൂടെ ഒരു അലോയ് ആണ് ഏതായിട്ട് ഹൗസ് ഫ്യൂസിനകത്ത് യൂസ് ചെയ്യുന്നത്. മറ്റൊന്നാണ് നമ്മൾ ഇതിനെക്കുറിച്ച് ഓർത്ത് വെക്കേണ്ടത്, ഇവിടെ ഇതിന്റെ മെൽറ്റിംഗ് പോയിന്റ് എങ്ങനെയാണ്? അതായത് ലോ മെൽറ്റിംഗ് പോയിന്റ് ആണ് ഇതിനുള്ളത്. മെൽറ്റിംഗ് പോയിന്റ് ലോ ആണ്, ലോ മെൽറ്റിംഗ് പോയിന്റ് ആണ് ആർക്കുള്ളത്? ഫ്യൂസിനുള്ളത്. അപ്പൊ ഫ്യൂസിനെ കുറിച്ച് എന്തൊക്കെ ഓർക്കണം? നമ്മൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്നു, ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇറ്റ് ഈസ് ആൻ അലോയ് ഓഫ് ലെഡ് ആൻഡ് ടീൻ. ഇതിന്റെ മെൽറ്റിംഗ് പോയിന്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ ലോ ആണ്. ഇനി ഫ്യൂസ് യൂസ് ഇതിന് നമ്മൾ സേഫ്റ്റി ഫ്യൂസ് എന്ന് പറയുന്നതിന്റെ കാരണം ഒരു ഇലക്ട്രിക് സർക്യൂട്ടിൽ ഉണ്ടാകുന്ന അപകടങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയാണ്. ദാറ്റ് മീൻസ് ഒരു ഇലക്ട്രിക് സർക്യൂട്ടിൽ സംഭവിക്കാവുന്ന അപകടങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ സേഫ്റ്റി ഫ്യൂസ് ഉപയോഗിക്കുന്നത്. ഈ സേഫ്റ്റി ഫ്യൂസ് എപ്പോഴാണ് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ സേഫ്റ്റി ഫ്യൂസ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തേക്കുന്നുണ്ട്. എല്ലാ കറണ്ട് ഫ്യൂസിൽ കൂടാണ് കടന്നു പോകുന്നത്. അപ്പോൾ കറണ്ട് കടന്നു പോകുന്ന സമയത്തെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? എ സ്മാൾ എമൗണ്ട് ഓഫ് ഹീറ്റ് ഈസ് പ്രൊഡ്യൂസിങ് ഇൻ ഇറ്റ്. അതിനകത്തൊരു ചെറിയ അളവിൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ബട്ട് ദാറ്റ് ഹീറ്റ് ഈസ് ട്രാൻസ്മിറ്റഡ് ടു ദ സറൗണ്ടിങ്. അതായത് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റിന് എന്ത് സംഭവിക്കുന്നു? ദാറ്റ് ട്രാൻസ്മിറ്റഡ് ടു ദ സറൗണ്ടിങ്, ട്രാൻസ്മിറ്റഡ് ടു ദ സറൗണ്ടിങ്, ചുറ്റുപാടിലേക്ക് വ്യാപിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് അവിടെ എക്സസ് ഹീറ്റ് ഉണ്ടാവുന്നില്ല. എന്നാൽ എക്സസ് ആയിട്ട് കറണ്ട് സർക്യൂട്ടിൽ ഉണ്ടാകുന്ന സമയങ്ങളാണ് ഷോർട്ട് സർക്യൂട്ട്, ഓവർലോഡിങ്. എക്സസ് ആയിട്ട് കറണ്ട് എപ്പോഴൊക്കെയാണ് സർക്യൂട്ടിൽ വരുന്നത്? ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകുമ്പോഴും ഓവർലോഡിങ് സംഭവിക്കുമ്പോഴാണ്. അതായത് എന്താണ് ഷോർട്ട് സർക്യൂട്ട് എന്ന് വെച്ചാൽ രണ്ട് മെയിൻ ലൈനുകൾ തമ്മിൽ കോണ്ടാക്ട് വരിക, അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് നെഗറ്റീവായിട്ട് കോണ്ടാക്റ്റിൽ വരിക വിത്തൗട്ട് എ റെസിസ്റ്റൻസ് ഇൻ ബിറ്റ്വീൻ ദം. അങ്ങനെയുള്ള സർക്യൂട്ടിൽ ഓവർ കറണ്ട് ഉണ്ടാകും. മറ്റൊന്നാണ് ഓവർലോഡിങ്. അതായത് ഒരു സർക്യൂട്ടിന് എടുക്കാവുന്നതിൽ കൂടുതൽ കറണ്ട്, അതൊരു ഓരോ സർക്യൂട്ടിനും ഒരു പ്രിസ്ക്രൈബ്ഡ് കറണ്ടിന് വേണ്ടിയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതിൽ കൂടുതൽ കറണ്ടിനെ എടുക്കുമ്പോഴാണ് അതിന് ഓവർലോഡിങ് എന്ന് പറയുന്നത്. ഈ രണ്ട് സമയത്ത് എക്സസ് ആയിട്ട് കറണ്ട് ഫ്ലോ ചെയ്യും. ഇങ്ങനെ എക്സസ് ആയിട്ട് കറണ്ട് ഫ്ലോ ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു വെച്ചാൽ ഈ ഫ്യൂസിനകത്ത് കൂടുതൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റ്, that is heat produced in unit time does not transmitted to the surrounding in that time. അതായത് ഓരോ സെക്കൻഡിൽ അവിടെ ഉണ്ടാകുന്ന ഹീറ്റ് എന്ത് ചെയ്യത്തില്ല? സറൗണ്ടിങ്ങിലേക്ക് അതേ സമയത്ത് തന്നെ ട്രാൻസ്മിറ്റ് ചെയ്ത് പോകുന്നില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? അവിടെ ഹീറ്റ് വീണ്ടും ഉണ്ടായിട്ട് അതിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് കുറഞ്ഞ് അതങ്ങ് മെൽറ്റ് ചെയ്ത് പോകും. അതായത് ഷോർട്ട് സർക്യൂട്ട്, ഓവർലോഡിങ്, ഈ രണ്ട് സമയത്ത് എക്സസ് ആയിട്ട് ഹീറ്റ് ഉണ്ടാകും. ഈ ഹീറ്റ് ഉണ്ടാകുന്ന അതേ റേറ്റിൽ അത് എന്ത് ചെയ്യത്തില്ല? ട്രാൻസ്മിറ്റ് ചെയ്യത്തില്ല. അങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്ത് പോകാത്തത് കൊണ്ട് എന്ത് ചെയ്യും? അതിൻ്റെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യും. അത് മെൽറ്റിംഗ് പോയിന്റ് കുറവായ ഫ്യൂസ് വയർ മെൽറ്റ് ചെയ്ത് പോയി സർക്യൂട്ട് ബ്രേക്ക് ചെയ്യും.
so that accident can be avoided. അവിടെ ഉണ്ടാകാവുന്ന അപകടം ഒഴിവാകുന്നു. ഇനി ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം, എങ്ങനെയാണ് ഫ്യൂസ് വയറിനെ ഒരു സർക്യൂട്ടിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. ഫ്യൂസ് വയറിനെ സർക്യൂട്ടിൽ ഇൻക്ലൂഡ് ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ എപ്പോഴും ആ ക്യാരി ബേസിനകത്ത് നല്ല ടൈറ്റായിട്ട് അതിൻ്റെ ഫ്യൂസ് വയറിൻ്റെ എൻഡ് ഫിക്സ് ചെയ്തിരിക്കണം. അതായത് ഫ്യൂസ് വയർ അതിനകത്ത് ലൂസ് കോണ്ടാക്ട് വരരുത്. രണ്ടാമത് അതിൻ്റെ എൻഡ് ഡസ് നോട്ട് പ്രൊജക്റ്റ് ഔട്ട്വേർഡ്സ്, അതിൻ്റെ അഗ്രംഗ ഭാഗങ്ങളൊന്നും പുറത്തേക്ക് തള്ളി നിൽക്കരുത്. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മളത് കൈകാര്യം ചെയ്യുമ്പോൾ ഷോക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. മൂന്നാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഓരോ സർക്യൂട്ടിന് ആവശ്യാനുസരണമുള്ള ആംബിയറേജ് ഉള്ള ഫ്യൂസ് ഉപയോഗിക്കണം. അതായത് 5 ആംബിയർ വേണ്ട ഒരു സർക്യൂട്ടിൽ 10 ആംബിയറിൻ്റെ ഫ്യൂസ് ഉപയോഗിക്കരുത്. അപ്പോൾ അപ്രോപ്രിയേറ്റ് ആംബിയറേജ് ഉള്ള ഫ്യൂസും ഉപയോഗിക്കുക. അപ്പോൾ നിങ്ങളൊരു ടേം അവിടെ വന്ന് വാട്ട് ഈസ് ആക്ച്വലി ആംബിയറേജ്? It is the power of an appliance to the voltage applied. That is wattage to voltage. That ratio is the amperage. അപ്പോൾ ഇത്രയാണ് ഹീറ്റിംഗ് എഫക്റ്റിനെ കുറിച്ച് നമ്മൾ ഓർത്ത് വെക്കേണ്ടത്. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ ഈ ഒരു യൂണിറ്റിൻ്റെ ഏകദേശം പകുതി ഭാഗം നമ്മൾ കൊണ്ടിവിടെ അവസാനിപ്പിക്കുന്നു. അതിൻ്റെ കാരണം ഈ വീഡിയോ അല്ലെങ്കിൽ ഒരുപാട് ലോങ് ആയി പോകും. അപ്പോൾ അതൊഴിവാക്കാൻ വേണ്ടി ഇതിൻ്റെ ബാക്കി ഭാഗം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതാണ്. നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഇതിനെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക് യു.